എന്താ ലൈഫിൽ മിസ് ചെയ്തു എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്ത് ഒരു നഷ്ടബോധം പോലെ തോന്നിയിട്ടുള്ള എന്താ? അത് പറയാമോ? ധൈര്യമായിട്ട് പറഞ്ഞു. ആണോ? എനിക്കൊരു നല്ല ലൈഫ് പാർട്ട്ണർ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. ശരിക്കും? പിന്നെ എനിക്ക് 2 കല്യാണമായിട്ടും എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പോലെ എനിക്കൊരു ലൈഫ് പാർട്ട്ണർ വന്നില്ലല്ലോ എന്നൊരു വിഷമം ഇസ് ദെയർ. അതൊരു മിസ്സിങ് തന്നെയാണ് എൻ്റെ ലൈഫിൽ. ബിക്കോസ് എൻ്റെ ആസ് എ പേഴ്സൺ എനിക്കറിയാം എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും, ലൈക്ക് നമുക്ക് കൊടുക്കാനായിട്ട്. പക്ഷേ അങ്ങനെ ഒരാളെ എൻ്റെ ലൈഫിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ ലൈഫിൽ ആരും വന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. സോ യാ, അത് പിന്നെ ലൈഫിൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫ്. ലൈഫിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് എന്താ വിചാരിക്കുന്നത്? എൻ്റെ മക്കൾ തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ഫാമിലി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ഫാമിലിയിൽ ജനിച്ചത് തന്നെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എൻ്റെ അച്ഛനെ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മക്കൾ ഓഫ് കോഴ്സ് ആർ ദ ട്രഷേഴ്സ് ഫോർ മീ. അവരില്ലെങ്കിൽ ഞാനില്ല, അതുപോലെയാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സോ യാ, എൻ്റെ ഒരു അസറ്റാണ് അവർ. എപ്പോഴെങ്കിലും അങ്ങനെ ഇപ്പോൾ ഡെസ്പായിട്ടിരിക്കുന്ന അമ്മേനെ മക്കൾ വന്നിട്ട് എൻകറേജ് ചെയ്ത സന്ദർഭങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. എസ്പെഷ്യലി മൈ സൺ. അവൻ ഭയങ്കരമായിട്ട് അവൻ്റെ എന്തെങ്കിലും നമ്മളത് അഡ്വൈസ് കേൾക്കുമ്പോഴോ എന്തെങ്കിലും പറയും. രണ്ടുപേരും ഭയങ്കര മെച്ചുവേർഡാണ്. ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് അങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബി സോ സീരിയസ്, എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്, അതൊക്കെ വിട്ടുകളാ, ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ അമ്മയ്ക്ക് അവരുടെയൊക്കെ സ്വഭാവം. ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് വിഷമമാണെങ്കിലും അപ്പോൾ ഞാൻ അവരെ വിളിച്ചാൽ പറയാം. കാരണം എനിക്ക് അങ്ങനെ ഒരു പാർട്ട്ണർ ഇല്ലല്ലോ എനിക്ക് പറയാൻ. സോ എനിക്ക് മക്കളല്ലേ ഉള്ളൂ ആ സമയത്ത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് മീ വെരി വെൽ. അവർക്ക് അറിയാം അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവരുടെ അമ്മയുടെ ലൈഫിൽ എന്തൊക്കെ അമ്മ സംഭവിച്ചിട്ടുണ്ട്. സോ അവരും ആ രീതിയിൽ എന്നെ കാണും. എൻ്റെ അടുത്ത് അവർ ഇപ്പോഴത്തെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്ന പോലെ തന്നെ എന്നെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് വെരി നൈസ് ടു ഹിയർ ദാറ്റ് ഓൾസോ. അപ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. അവരായിട്ട് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ എം ഹാപ്പി. അതുകൊണ്ട് ഇപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ പോവാണ് US-ലോട്ട്. അങ്ങോട്ടേക്ക്. കാരണം ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ ഒരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് വന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഈ വർഷം പോകാൻ പറ്റുമോ സംശയിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സർപ്രൈസ് ആയിട്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് ഒരു ഓഫർ വന്ന ഒരു സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ഒരു കൺവെൻഷൻ മീറ്റ് ചെയ്യാൻ ചെല്ലണം എന്ന്. ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇപ്പം നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ്. ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ആലോചിക്കുന്നത്? ആരും കൊണ്ടുവരുന്നില്ല സ്ക്രിപ്റ്റ്. എവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ? സെലക്ട് ചെയ്യാൻ സ്ക്രിപ്റ്റ് വേണ്ടേ? there is no role for ശാന്തി കൃഷ്ണ anymore. അല്ല അങ്ങനെയൊന്നുമില്ല, റോൾസ് ഒക്കെ വരും. അല്ല, സത്യമായിട്ടും ഇല്ല. ഐ എം നോട്ട് ജോക്കിംഗ്. ബിക്കോസ് ഞാൻ ഇൻഫാക്ട് കുറേ പേരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ മിക്ക പടങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലേതാ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ അതുപോലത്തെ റോൾസ് ആരാ ഇപ്പോൾ ചെയ്യുന്നത്? ദർ ഇസ് നോബഡി. കാരണം അങ്ങനത്തെ റോൾസ് ഇല്ല. ഇപ്പോൾ ദ മൂവി ട്രെൻഡ് അങ്ങനെയാണ് ഒന്നാമത്. പിന്നെ അങ്ങനെ അവർ എഴുതുന്നില്ല റോൾസ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഏത് പടം നോക്കിയപ്പോൾ നമുക്ക് ജഗദീഷ്, അശോകന്, വിനീത്, മനോജ് ഇവരെല്ലാവരും ഉണ്ട് എല്ലാ പടത്തിലും. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ആണുങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഒരു പെണ്ണുങ്ങളും ചെയ്യുക. അമ്മ റോൾ മാത്രം ശാന്തി കൃഷ്ണൻ ചെയ്യുന്ന അങ്ങനെ ഇല്ലല്ലോ. ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ സോ മെനി റോൾസ്. ഇപ്പോൾ ഈക്വാലിറ്റി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലോയറോ അല്ലെങ്കിൽ എന്തിനാ പോലീസ് കമ്മീഷണർ ആവാം, അല്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രി ആവാം, അല്ലെങ്കിൽ ഒരു എനി അതർ ക്യാരക്ടർ. എന്തുകൊണ്ട് പെണ്ണായിക്കൂടാ? ഇപ്പൊ അപ്പൊ അവർക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നില്ല ചോദിച്ചിട്ടുണ്ട് ഞാൻ. അല്ല എഴുതാം മാഡം, എഴുതാം. ഞാൻ അപ്പോഴേ വരുള്ളൂ പടങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ പടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സീരിയലിലോട്ടും വെബ് സീരീസിലോട്ടും പോകാൻ തോന്നുന്നത്. ബിക്കോസ് അതിൽ ഫീമെയിൽ ക്യാരക്ടറിന് വെയിറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു സീരിയൽ ആണെങ്കിലും ഒരു നോവൽ എന്തെങ്കിലും കിട്ടാൻ, പണ്ട് ഞാൻ ചെയ്ത പോലെ മോഹപക്ഷികളും മറ്റേ കുതിരകള് പിന്നെ ചാബല്യം പോലത്തെ അതിലൊക്കെ ഞാനായിരുന്നു അതിന്റെ മെയിൻ ക്യാരക്ടർ. സോ ദ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും നിങ്ങൾ കാണുമ്പോൾ സീരിയൽസിലും വെബ് സീരീസ് ഒക്കെ വരുമ്പോൾ അവരാണ് അതിലെ മെയിൻ. അപ്പോൾ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ലൈക്ക് ദാറ്റ് ഓൾസോ. ഇപ്പൊ സിനിമയെക്കാട്ടിലും കൂടുതൽ നമുക്ക് ചിലപ്പോൾ അതിനോടായിരിക്കും ഇപ്പോൾ താല്പര്യം ചെയ്യാൻ. കാരണം ആസ് എൻ ആക്ടർ നമുക്കൊരു ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് വരുന്നത് എവിടെയാ? അല്ല സിനിമയിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും. എത്ര വേഴ്സറ്റൈൽ ആക്ടേഴ്സ് ആണെന്ന് എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്കും അതുപോലെ റോള് തരൂ, അപ്പൊ ഞങ്ങളും കാണിച്ചു തരാം ഞങ്ങളും വേഴ്സറ്റൈൽ ആണെന്ന്. ഇല്ലേ? അങ്ങനെയല്ലേ സീരിയലിലൊക്കെ പോയിട്ട് ക്രൂരമായിട്ടുള്ള ക്രൂര അമ്മ. ഞാനിപ്പോ ഒരെണ്ണം ചെയ്തില്ലേ മച്ചാന്റെ മാലാഖ, അതില് ക്രൂരമായ അമ്മായിമ്മ തന്നെയാ.
പക്ഷേ ഞാൻ ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിനെ ദേ ഫെൽറ്റ് ശാന്തി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത്ര ക്രൂരയാവും എന്ന് വിചാരിക്കില്ല ഓഡിയൻസ്. അതുകൊണ്ടാണ്. പക്ഷെ അവർ അങ്ങനെ ആണല്ലോ. അതെ 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 അതെ. പാട്ടെപ്പോഴാ പാടുക ആര് ലൈഫില്? ലൈഫിലെ പാട്ട് തോന്നുമ്പോ ഒക്കെ പാടും. കുട്ടികള് താരാട്ടുപാട്ട് ശാന്തികൃഷ്ണ പാടുന്നത് കേട്ടിട്ടാണോ ഉറങ്ങിയത്? അങ്ങനെയില്ല, അങ്ങനെ അവർക്ക് പാട്ട് ഇഷ്ടമായിരുന്നു. അവരെ പാട്ട് പാടി ഉറക്കുന്നൊരു അങ്ങനെയൊന്നും സിനിമ സ്റ്റൈലൊന്നുമില്ല. പാട്ടൊക്കെ ഞങ്ങൾ പാട്ടൊക്കെ വെക്കും ഇതില്, ഞാനും കൂടെ മൂളും, അങ്ങനെയൊക്കെ ഉള്ളു. ഞാനായിട്ട് ഇങ്ങനെ താരാട്ട് പാട്ട് ഒക്കെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെയൊക്കെ പാടിയിട്ട്. അങ്ങനെ ഫിൽമി പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അത് ലൈഫ് മാത്രമേ ഉള്ളൂ ഫിലിമിയായിട്ട് പോയത്. ഏറ്റവും അധികം പാടുന്ന പാട്ട് ഏതാ? അങ്ങനെയൊന്നുമില്ല. ഞാൻ മോസ്റ്റ്ലി ഹിന്ദിയാണ് എൻ്റെ വായിന്ന് വരുന്ന പാട്ടുകൾ. ഇപ്പൊ ഏറ്റവും അധികം പ്ലേലിസ്റ്റുള്ള ഹിന്ദി പാട്ട് ഏതാ? എനിക്ക് പണ്ടത്തെ പാട്ടുകളായിരുന്നു കൂടുതലും ഇഷ്ടം. പിന്നെ ചിലപ്പോൾ ഈ പോപ്പ് മ്യൂസിക് കേൾക്കും. അപ്പോൾ എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് എഡ് ഷീറൻ്റെ സഫയർ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് പിന്നെ കാലം സ്കോട്ടിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. യു ആർ ദ റീസൺ എന്ന് പറഞ്ഞ പാട്ട്, ബെൻസൺ ബൂണിൻ്റെ പാട്ടുകൾ, അങ്ങനെയൊക്കെ കുറേ എനിക്ക് ഇഷ്ടമാണ്. ഇവരുടെ ഒക്കെ പിള്ളേർ പറഞ്ഞ് പറഞ്ഞ് കേൾക്കും. അയ്യേ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. അതൊരു വലിച്ചു പോയ ഒരു പാട്ടാണത്. ആണ്, പക്ഷെ അത് കേട്ട് കേട്ടിട്ട് മടുത്ത് തന്നെ. അതൊന്നും അല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് എഡ് ഷീറനും അരിജിത് സിംഗും കൂടെ പാടിയത് ആ പാട്ട് കേട്ടിട്ടുണ്ടോ? സഫയർ എന്ന് പറഞ്ഞത് നല്ല രസമാണ്. അപ്ഡേറ്റഡ് സിംഹമാണല്ലോ. നമ്മുടെ മലയാളത്തിലെ റാപ്പ് പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ല, എനിക്ക് റാപ്പിനോട് വലിയ ഇതില്ല. പിന്നെ ഹിന്ദിയിലെ ചിലപ്പോ ബാദ്ഷയുടെ ഒക്കെ കുറച്ചൊക്കെ വരുമ്പോ ഒക്കെ കേൾക്കുന്നല്ലാതെ എനിക്ക് റാപ്പിനോട് വലിയ താല്പര്യമില്ല. എല്ലാ റാപ്പും ഇഷ്ടമല്ല. ചിലത് മേ ബി ചിലപ്പോൾ കേൾക്കും. പിള്ളേർ ഏതെങ്കിലും അമ്മ ഇത് കേട്ട് നോക്കും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഓക്കെ തോന്നും. ചിലത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുമല്ലോ, ഗംഗ്നം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും പോവും. അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പാട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസം തോന്നും, അപ്പോൾ കേൾക്കും. പക്ഷെ അതാ പറഞ്ഞത്, നമ്മള് അത്രയ്ക്ക് എനിക്ക് റാപ്പ് മാത്രം. അരിജിത് സിംഗിന്റെ പാട്ടുകൾ കേൾക്കുമോ? പിന്നെ അരിജിത്തിന്റെ എല്ലാ പാട്ടുകളും കേൾക്കും. ഏറ്റവും ഇഷ്ടമുള്ള അരിജിത്തിന്റെ പാട്ട് ഏതാ? എനിക്ക് മറ്റേ ബ്രഹ്മാസ്ത്രയുടെ പാട്ട് ഇഷ്ടമാണ്. ലിറിക്സ് അറിയുന്ന ഹിന്ദി പാട്ട് ഏതാ? യൂഷ്വലി പഴയ പാട്ടുകളാണ്. ഒരു പഴയ പാട്ട് പാടി കേൾക്കട്ടെ. ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഞാൻ പണ്ട് വേണുഗോപാലിന്റെ കൂടെ ഞങ്ങൾ ഷോനൊക്കെ പോയിട്ടുണ്ട്, മറ്റേ US-ലും ഒക്കെ. അപ്പൊ ഞാൻ സ്റ്റേജിൽ പാടിയ പാട്ടാണ് ആപ് കെ നസറോനെ സംജ. അത് പിന്നെ ലഗ്ജാഗലെ, അങ്ങനെ കുറെ. പിന്നെ ആപ് കെ നസറോനെ സംജ പാടാൻ പറ്റുമോ ഇപ്പൊ? प्यार के काबिल मुझे दिल की धड़कन ठहर जा. തൊണ്ട പോയി. मिल गई मंजिल मुझे आपकी नजरों ने समझा. അത്ര പോരെ? മതി മതി. लग जा गले के फिर ये हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले. പൊളി പൊളി. ഇത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളെ ഒരു പോയിന്റ് കഴിയുമ്പോ നമുക്ക് ലൈഫിൽ ഒരു കമ്പാനിയൻഷിപ്പ് വേണ്ടി വരില്ലേ? ആണോ? യെസ്. മക്കളൊക്കെ പോവല്ലേ? ഇപ്പോഴും അവര് കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അത് നമ്മുടെ ലൈഫ്, ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഒന്നും ചിന്തിക്കാറില്ല. സോ വി നെവർ നോ. നമ്മുടെ ലൈഫിന്റെ ഒരു മൂവ്സിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാനായിട്ട് അങ്ങോട്ടൊന്നും ചിന്തിക്കില്ല. റൊമാൻറ്റിക് ആണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൻ്റെ 2 പാർട്ട്നേഴ്സും എനിക്ക് ശരിയായില്ല. അപ്പോൾ ഞാൻ മേ ബി എനിക്ക് ഫീൽ ചെയ്യും അത് എത്രയോ എനിക്ക് ഡെസ്റ്റിൻ്റെ ഉള്ളൂ ആയിരിക്കും. മേ ബി ഈ ലൈഫിൽ എനിക്ക് ഇല്ലായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് നോക്കാം. ഞാൻ പറയുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ.
മനസ്സിലായി കമ്പാനിയൻ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു. ഞാൻ ഫ്രാങ്ക് ആയിട്ട് തന്നെയാണ് പറയുന്നത്, തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ബിക്കോസ് യു സീ പീപ്പിൾ അറൗണ്ട് യു, ഫ്രണ്ട്സ് തന്നെ അവരും എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പോകുമ്പോൾ കപ്പിളാണ്, ഞാൻ മാത്രം ഇങ്ങനെ പറ്റിക്കുന്നു. അതൊക്കെ എനിക്കും വിഷമമുണ്ടില്ല ഞാൻ പറയുന്നില്ല, ബട്ട് ദാറ്റ്സ് ഹൗ ലൈഫ് ഈസ്. നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലാൻ ഒന്നും ചെയ്യുന്നില്ല. ലൈഫിൻ്റെ മൂവ്മെൻറ്റിൽ അങ്ങനെ ആരെങ്കിലും ലൈഫിൽ വരൂ എന്നൊക്കെ പറഞ്ഞു പോലും ആർക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് കോൺട്രവേഴ്സി ആകരുത്. ശാന്തി കൃഷ്ണ പറഞ്ഞു ഒരു കമ്പാനിയൻ എന്നൊക്കെ പറഞ്ഞു, അതൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. നമുക്ക് ഇപ്പോൾ ആസ് ഇറ്റ് ഇസ് നോ ബഡി, സോ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ. ഐ എം വെരി ഹാപ്പി ഇൻ വാട്ട് ഐ ആം ടുഡേ. എനിക്ക് എൻ്റെ മക്കളാണ് എൻ്റെ എല്ലാം. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ മൈൻഡിൽ എന്താ പറയുക, ഡാൻസ് ഇപ്പം വീണ്ടും ഒരു ക്ലാസ് തുടങ്ങാനാണ് എനിക്ക് ആഗ്രഹം. വീണ്ടും ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഓൾ ദാറ്റ്. ലൈക്ക് ഐ സെഡ്, ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, കേട്ടിട്ടുണ്ടാവും. സോ ഒരു മൊത്തത്തിലൊരു കൾച്ചർ സംഭവം എൻ്റെ മൈൻഡെല്ലാം അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോവാം. സിനിമയില്ലെങ്കിലും ജീവിക്കണ്ടേ. എന്താ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നത്, മനസമാധാനം കിട്ടാൻ എന്താ ചെയ്യുന്നത്? മെയിനായിട്ട് പാട്ട് വെക്കും എപ്പോഴും. എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. എന്തും ഇപ്പം ഞാൻ കുളിക്കാൻ പോകുമ്പോൾ പോലും പാട്ട് വെച്ചിട്ടാണ് പോയി കുളിക്കുന്നത്, അതുപോലെയാണ്. സോ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനും ടി വി പാട്ട് വെക്കും, അല്ലെങ്കിൽ മ്യൂസിക് അലക്സ മ്യൂസിക് വെക്കും, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ മ്യൂസിക് വെക്കും. പുറത്ത് പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എല്ലാം കാതിൽ വെച്ചുകൊണ്ട് മ്യൂസിക് കേൾക്കും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം മ്യൂസിക് തെറപ്പിയാണ് എനിക്ക്. സോ മെലഡി കേൾക്കും. അതിൽ ലിറിക്സ് പോലും നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ അടുത്ത പാട്ടിലോട്ട് പോകും. സോ എനിക്ക് മൈൻഡ്, ഈവൻ ഇഫ് മൈ മൈൻഡ് ഇസ് നോട്ട് ഓക്കെ, എനിക്ക് കേൾക്കണമെങ്കിൽ നല്ല എനിക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് ഞാനും ഉറക്കെ അതിൻ്റെ കൂടെ പാടും. സോ മൈൻഡ് റിലാക്സ് ആവും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ മ്യൂസിക് തെറപ്പീസ്. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. പിന്നെ അതാ നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക്, ഞാൻ എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് ഞാൻ കമ്പോസ് ചെയ്യും, കൊറിയോഗ്രാഫി ചെയ്യും, ഡാൻസൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് വിട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങും. ഇതൊക്കെയാണ് മോസ്റ്റ്ലി എൻ്റെ വേ ഓഫ്. അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും. ഈ ഒരുപാട് സ്നേഹം കിട്ടി ജീവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരുപാട് മറ്റേ റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിച്ചിട്ടുള്ള ഒരാൾ, അപ്പോൾ ലൈഫിനെ പറ്റിയിട്ട് എപ്പോഴും ഭയങ്കര എന്താ പറയുക, കാൽപ്പനികമായിട്ടുള്ള ഭയങ്കര ഇമാജിനറി ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എല്ലാ പിള്ളേർക്കും മിക്കവാറും എല്ലാ പെണ്ണുങ്ങൾക്കും അവർക്ക് അവരുടെ ഒരു എങ്ങനെ ആയിരിക്കണം ലൈഫ്, അവരുടെ എസ്പെഷ്യലി ഒരു ഡ്രീം വേൾഡ് ഉണ്ടായിരുന്നോ? ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ സിനിമയിലും കൂടെ വന്നതിന് ശേഷം, അന്നൊക്കെ സിനിമയിൽ ഇവർ പറയില്ലേ, തുളസി കതിരി ചൂടി അമ്പലത്തിൽ രാവിലെ പോവുക, അതൊക്കെ ഞാൻ ബോംബെയിൽ ജനിച്ചു വളർന്ന ആണെങ്കിൽ പോലും ഈ പടത്തിൽ വന്നപ്പോൾ അത് കേട്ട് 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 എൻ്റെ മൈൻഡിലും ഐ ലവ് ദാറ്റ്. അപ്പോൾ നിദ്രയിലൊക്കെ അഭിനയിക്കുന്ന സമയത്തും എല്ലാം ഏകദേശം അങ്ങനെ പാടവും അതും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയതും ഫസ്റ്റ് മടത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ശരിക്കും കുഗ്രാമം പോലെയാണ്. അവിടെ ഒന്നും രാത്രി ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ശബ്ദം അല്ലാതെ വേറെ ഒന്നും കേൾക്കില്ല. ബട്ട് ഐ വാസ് ലൈക്ക് എ പേഴ്സൺ, ഞാൻ എന്തിനും ഞാൻ പെട്ടെന്നാണ് ഞാൻ അഡാപ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ബോംബെയിൽ ജനിച്ച് വളർന്ന് അവിടെ കറാപൊറ എന്ന് പറഞ്ഞ് എപ്പോഴും ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നാണ് സൈലൻസിലോട്ട് പോയത്. പക്ഷെ ഐ വാസ് ഹാപ്പി, കാരണം എനിക്ക് ഇഷ്ടമായിരുന്നു. രാവിലെ ആകുമ്പോൾ അമ്മായിയമ്മയുടെ കൂടെയും നാത്തൂൻ്റെ കൂടെയും കുളിച്ച് തുളസിയൊക്കെ ചൂടി നടന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോവുക, അവിടെ തൊഴുതിട്ട് തിരിച്ച് വരുമ്പോൾ പ്രസാദം, പിന്നെ അവിടെ പാടത്ത് പിന്നെ പോയി കപ്പയ്ക്ക കൊണ്ടുവരും, അതൊക്കെ ഇവർ അരിയുന്ന രീതി കാണുക. അത് കഴിഞ്ഞ് പിന്നെ അടുപ്പ് ഊതൽ. ഇപ്പം നമ്മൾ ഈ ഷോർട്ടൊക്കെ ഇടയ്ക്ക് എടുക്കുമ്പോൾ അവർ ചിലവർ ഞാൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കും, ഹൈ എങ്ങനെ അറിയാം, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ അടുപ്പ് കത്തിക്കുന്ന ഒരു ശാന്തി കൃഷ്ണയോ ഇങ്ങനെ ഊതി ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച്, അതൊക്കെ നമുക്ക് ആക്ടിങ് ഒക്കെ നാച്ചുറലായിട്ട് എങ്ങനെ വരുന്നു എന്ന് പറയും, ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ഒരു സിസ്റ്റം, ഐ മീൻ ഒരു അന്ന് മാം അങ്ങനെ കാഷ്വലായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കില്ലേ, അവിടെയൊക്കെ വരുമായിരുന്നു. പിന്നെ അവർക്കൊരു സുഖം, അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. നാട്ടുകാര്, ഓ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ആ പടം കണ്ടിട്ടുണ്ട്, ഈ പടം കണ്ടിട്ടുണ്ട്, അപ്പോ ഇത് ഞങ്ങളുടെ കഥ, അതൊക്കെ ആയിരുന്നു. 84 ഞാൻ കല്യാണം കഴിച്ചത്. സോ ആ സമയത്ത് അതിന് മുമ്പിലത്തെ പടങ്ങൾ ചില്ല് അത് ഇത് നിദ്രയിലൊക്കെ കാര്യമൊക്കെ പറയുമായിരുന്നു. സോ അതൊരു രസമായിരുന്നു. പക്ഷെ അത് ഓൺലി പ്രോബ്ലം വാസ്, അന്ന് നമുക്ക് ഈ ഫോണില്ല. അപ്പോൾ എനിക്ക് അമ്മയൊക്കെ വിളിക്കണമെങ്കിൽ അവിടുന്ന് ഞങ്ങൾ പോകുന്നത് കുഴൂർ എന്ന് പറഞ്ഞ് ഇവരുടെ തറവാട് വീട്ടിലോട്ടാണ്. അവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഫോണ്. ആ ഫോണിൽ നമ്മൾ കോള് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ ആ കോളൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ അമ്മയെ വിളിച്ച് അമ്മയോട് സംസാരിച്ച്
ഞാൻ പറയും ഇവിടെ ഒരു ബസ്സുണ്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ചിരിച്ചിട്ടുണ്ട്. നീ ഇത് ഒരു ബസ്സോ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പനിയുടെ ബസ്സാണെന്ന്. പക്ഷെ ഒരു ബസ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയും ഇവിടെ നേരെ നേരാന്ന് പറഞ്ഞ് ബസ് പോകുന്ന സ്ഥലം, നീ അവിടെ പോയി ഒരു ബസ് വിട്ട് നീ എവിടെയാടി അങ്ങനെ, ഹൗ ആർ യു ഇവൻ ലിവിങ് ദെയർ എന്ന്. ഞാൻ പറയും ഐ എം ഹാപ്പി, എനിക്കിഷ്ടമാണ്. പക്ഷെ കറണ്ട് പോയ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ കറണ്ട് വരില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. എന്നിട്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ പെട്രോമാക്സ് ഒക്കെ ഇതുപോലെ ശാന്തികൃഷ്ണൻ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമായിരിക്കും. മണ്ണെണ്ണ വിളക്കിലോ അതുപോലെ ദീപം ഒക്കെ വെച്ച് ഇൻട്രസ്റ്റിംഗ്. അതുപോലെയൊക്കെ ആയിരുന്നു നമ്മൾ. ദീപം ഞാൻ കണ്ടിട്ടില്ലേ പടങ്ങളില്, അതുപോലെ. അപ്പോൾ നാച്ചുറലി കാൽപ്പനികം പറയാൻ പറ്റില്ല. ഐ ഹാവ് ലിവ്ഡ് ത്രൂ ദാറ്റ്. ഇപ്പൊ നമ്മളിപ്പോ ഇതുപോലത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. ലൈക്ക് ഐ വോണ്ട് ടു ബി കുഗ്രാമത്തിൽ പോയി ഇങ്ങനെ ജീവിക്കണം എന്നല്ലായിരുന്നു. പടങ്ങളിലൊക്കെ നമ്മൾ അതുപോലത്തെ സീൻസ് ഒക്കെ അഭിനയിക്കുമ്പോൾ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഐ ലവ് ദാറ്റ്. കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ. പിന്നെ നമ്മുടെ സുരേഷ് കുമാറൊക്കെയാണ് ശ്രീനാഥിനെ വിളിച്ചിട്ട് പറയായിരുന്നു, അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ വിളിക്കണമെങ്കിൽ പോലും ഒരു വിധത്തിലും നിന്നെ കിട്ടില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ട്രിവാൻഡ്രത്തോ എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് വന്നു. അങ്ങനെയാണ് പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ ഷിഫ്റ്റ് ചെയ്തത്. കാരണം എന്തെങ്കിലും ഞാൻ പടം അപ്പോൾ വിട്ടു. ശ്രീനാഥിന് പടം ചെയ്യുകയാണെങ്കിലും തന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിലും ഒന്നുമില്ല, ലെറ്റർ കൂട്ടി അങ്ങനെയൊന്നും കിട്ടത്തുപോലുമില്ല. സോ അതുകൊണ്ട് വി കെയിം ടു ട്രിവാൻഡ്രം. അപ്പൊ അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് താമസിക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും ഒരു കൾച്ചറൽ ഷോക്ക് ഒക്കെ പോലെ ഉണ്ടാവില്ലേ, കുറെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് നിന്ന്? എനിക്കത് മനസ്സിലാവും. അതാണ് ഞാൻ അല്ല സത്യമായിട്ടും ഞാൻ തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യവും. എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എല്ലാ ഇതിലും ഇപ്പോൾ ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ലക്ഷ്യൂറിയസ് ആയിട്ട് ഒരു വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഐ ലവ് ടു എക്സ്പ്ലോർ. ചിലതൊക്കെ നമുക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ലല്ലോ, സ്വിച്ച് എവിടെ ഉണ്ട്, ടൈപ്പ് എവിടെ ഉണ്ട്. പക്ഷേ ഐ ലവ് ടു എക്സ്പ്ലോർ ദാറ്റ്. എന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഐ വിൽ ബി ലക്ഷ്യൂറിയസ്ലി ലിവിങ്. അതേ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ഇതുപോലെ കുഗ്രാമത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് ഞാൻ അങ്ങ് അഡാപ്റ്റ് ചെയ്യും. സംഹൗ ഐ ഡോണ്ട് നോ ഹൗ, എനിക്ക് അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അതായത് ഫാൻ കറങ്ങാത്ത ഒരു മുറിയിലും ശാന്തികൃഷ്ണൻ ഹാപ്പിയാണ്. ഞാൻ വീശിക്കൊണ്ട് ഇനി കുറച്ച് ഇറിറ്റേഷനൊക്കെ പിന്നീട് വരും. അയ്യോ വിയർക്കുന്നു, വിയർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി പാടാ. പക്ഷെ എന്നാൽ പോലും സംഹൗ യു ടോക്ക് ടു പീപ്പിൾ. അല്ലെങ്കിൽ റേഡിയോ ഒക്കെയാണ് പാട്ട്. അപ്പോൾ നമുക്ക് ടി വി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ റേഡിയോ പാടാം. അപ്പോൾ അന്നാണ് ഞാൻ ചിത്രയുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ വിചാരിച്ചിട്ടുണ്ട്, ഓ ചിത്രയൊക്കെ എനിക്ക് പാടിയിട്ടില്ല. ഞാനുള്ളപ്പോൾ ജാനകി അമ്മയൊക്കെ ആയിരുന്നല്ലേ കൂടുതൽ പാട്ടുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ചിത്ര പാടിയിട്ട് ഞാൻ വാങ്ങുന്ന ഒരു സംഭവം ഒരു ഉണ്ട്. അതുപോലെ ഞാൻ പിന്നീട് വന്നപ്പോൾ വിഷ്ണു ലോകം ഇതെല്ലാം ചിത്രയായിരുന്നല്ലോ. അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഐ മീൻ സംഹൗ മൈ ലൈഫിൽ ഒരുപാട് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ഹാവ് ഗോൺ ത്രൂ. സോ എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരു. പിന്നെ കാൽപ്പനികം, ലൈക്ക് യു സെഡ് ഫാരി ടെയിൽ, അത് എന്തായാലും ഉണ്ടായിരുന്നു നമ്മൾ മൈൻഡിൽ. അതുകൊണ്ടായിരിക്കും ഞാൻ ആദ്യം ശ്രീനാഥിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയതും. ഓ ടോൾ ഡാർക്ക് ഹാൻസം എന്നൊക്കെ പറയുമ്പോൾ ഈ ടോൾ ഡാർക്ക് അല്ലായിരുന്നു, എന്തായാലും ടോൾ ആൻഡ് ഹാൻസം ചേട്ടൻ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാം നമ്മൾ വിചാരിക്കും whatever he is ഒരു ഡ്രീം ബോയ്. അതായിരുന്നു. ഞങ്ങളുടെ പേരും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലുക്സ് ആണ്, നല്ല കപ്പിളാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ജസ്റ്റ് ഗോസ് ഓൺ, ലൈഫ് ഗോസ് ഓൺ എന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ചിലപ്പോൾ എല്ലാം നടക്കുന്നത്. നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ലവർ ആയിരുന്നു ശാന്തികൃഷ്ണ. പ്രേമത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന? അയ്യോ അങ്ങനെ ഒന്നുമില്ല. ഐ ജസ്റ്റ് ഹാപ്പൻ ടു ഫോൾ ഇൻ ലവ്. അത് നമുക്ക് ഒരിക്കലും അതിനു വേണ്ടി നമ്മൾ നടക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും ലവ് ഒരിക്കലും പറഞ്ഞിട്ടല്ല വരുന്നത്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് മനസ്സ് അങ്ങ് കൊടുത്തു പോകും. അപ്പൊ അതുപോലെയാണ് ഞാൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവും, ബിക്കോസ് ഹി വാസ് വെരി ഹാൻസം. അപ്പൊ നാച്ചുറലി ഞങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോഴും പെരുമാറ്റവും നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയും ഒക്കെ കണ്ട് നാച്ചുറലി നമുക്ക് അതൊരു ആ ഒരു ഏജും ആണ്. ഐ വാസ് ജസ്റ്റ് 18-19 ആണ് ഞാൻ കല്യാണം കഴിച്ചത്. ഐ തിങ്ക് ജസ്റ്റ് 19 കഴിഞ്ഞ് 20th ഇയറിലാണ്. 20ാമത്തെ വയസ്സിൽ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടി 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം തോന്നുന്നു. ഇപ്പൊ എന്റെ മോക്ക് 21 എത്ര കാലം ഡേറ്റ് ചെയ്തു? 2 മാസോ? ഡേറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അമ്മ ഇങ്ങനെ മീച്ചൊക്കെ നോക്കും എന്നെ. പക്ഷെ എന്റെ മൈൻഡിൽ കത്തൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ ഞാൻ ബോംബെയിൽ പോകുമ്പോൾ പുള്ളി മെഡ്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ ഉള്ള സമയത്ത് എനിക്ക് എപ്പോഴും അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ തന്നെ മനസ്സൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഫോണ് പോയി എടുക്കുക. എന്നിട്ട് ആരും കാണാതെ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഫോണ് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടിപ്പിക്കലാണ്.
ഭയങ്കര സന്തോഷം വെച്ച് കഴിഞ്ഞാൽ അവിടെ പിണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം. ഈ ടിപ്പിക്കൽസ്, അതായത് ഒരു എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നോവലിലൊക്കെ വായിക്കുന്ന പോലെ തന്നെയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിലൊരു ഡിസഡ്വാൻറ്റേജിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജാണ് ഒന്നാമത്. ആ ഒരു ഏജിൽ നമുക്ക് വാട്ട് ഇസ് റിയൽ, വാട്ട് ഇസ് ഇൻഫാച്വേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് നമുക്ക് മൈൻഡിൽ പോവില്ല. ഇപ്പൊ ഇതിൽ നമുക്ക് അച്ഛന് പറഞ്ഞാൽ എന്ത്, അമ്മ പറഞ്ഞാൽ എന്ത്, ചേട്ടന്മാർ പറഞ്ഞാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴേ പോയി കല്യാണം ഒന്നും കഴിച്ചേക്കരുത്, എന്തിനാ 10-20 വയസ്സ് പോലും ആയില്ല, ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത്, അയ്യോ എനിക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ശ്രീനാഥ് അല്ലാതെ വേറെ ആരും വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് ചെയ്താലും സമ്മതിക്കില്ല, ഭയങ്കര സ്റ്റബേൺ. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, മണ്ടത്തരല്ലേ ചെയ്തത്. ബട്ട് ദാറ്റ് ഇസ് ഹൗ ലൈഫ് ഈസ്. നമുക്ക് ചിലപ്പോൾ ദർ ആർ പീപ്പിൾ, ചില പേര് പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേട്ടില്ല. അപ്പൊ എൻ്റെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വലിയ കാര്യമായിട്ട് ഞാൻ തന്നെ എടുത്തു, അത് ശരിയായില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ആ സമയത്ത് ഐ തിങ്ക് എൻ്റെ ഈ ചെറുതിലെ വായിച്ചുകൊണ്ടിരുന്ന ഈ റൊമാൻറ്റിക് നോവൽസ് കുഡ് ഹാവ് ബീൻ സംവെയർ ഒരു ബാഡ് ഇൻഫ്ലുവൻസ്. കാരണം നമ്മുടെ തോട്ട് പ്രോസസ് അങ്ങനെ ആയിപ്പോവും. നമ്മൾ ഇതിനെ കുറിച്ച് വിചാരിക്കും, അപ്പം നമ്മൾ എങ്ങാനും നമുക്ക് വിഷമം ഉണ്ടെങ്കിലും പിന്നീട് വന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ശരിയാവും. അപ്പൊ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും അത് ശരിയാവും. ദാറ്റ് കോൺഫിഡൻസ് വാസ് ദെയർ. കാരണം നോവലിൽ ശരിയായില്ല. സോ ദാറ്റ് ഇസ് ആണ് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ. ഐ എം ജസ്റ്റ് സേയിങ്, ഇപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതാണ്. അപ്പൊ ആളുകൾ ഒന്ന് പറയാം, മോളെ ഇത് ചൈൽഡിഷ് ആണ്, ഇത് പ്രായത്തിനാണ്, അങ്ങനത്തെ ഉപദേശങ്ങൾ വരുമായിരുന്നു. ഒത്തിരി, എത്ര പേര്, എൻ്റെ അമ്മാവനൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വേറെ എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു തരാം, നീ സിനിമയൊക്കെ നിർത്തിക്കും, വേറെ എവിടെയെങ്കിലും പോ, അപ്പൊ നിനക്ക് ഇഷ്ടം ട്രാവൽസ് അല്ലേ, അപ്പൊ അപ്പൊ ഒക്കെ ട്രാവൽസ് ആണല്ലോ, അപ്പൊ ട്രാവൽസിൽ അവിടെ പോയി, എനിക്ക് അറിയാവുന്ന ഒരു കടയുണ്ട്, ഐ മീൻ മറ്റേ ഒരു ട്രാവൽസ് ഉണ്ട്, അവിടെ നിനക്ക് ജോലി വാങ്ങി, നിനക്ക് അത് ഇഷ്ടമല്ല, ഞാൻ അത് ചെയ്യാം, പക്ഷെ കല്യാണം കഴിക്കുകയാണെങ്കിൽ. എന്നിട്ടാണ് പിന്നെ ഒരു രക്ഷയില്ലാതെ പിന്നെ അവർ ഞങ്ങളുടെ സ്റ്റൈലിൽ തന്നെ, ബ്രാഹ്മിൻ സ്റ്റൈലിൽ തന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിപ്പിച്ചു ബോംബെയിൽ. അതിനുശേഷമാണ് നെക്സ്റ്റ് ഡേ പെട്ടിയൊക്കെ എടുത്ത് നേരെ പോയത് മടത്തുംപടിയിലോട്ട്. അല്ല, എന്നാലേ ലൈറ്റ്സ്, ആളുകള്, ഫെയിം, എവിടെ തിരിഞ്ഞാലുള്ള ശ്രദ്ധ, അതൊരു 6 വർഷത്തേക്ക് കട്ട് ഓഫ് ചെയ്യുമ്പോൾ അത് മെന്റൽ ഹെൽത്തിനൊന്നും ബാധിക്കില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഐ മീൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഏത് രീതിയിലാണ് ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെ, എല്ലാവരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്റെ കാര്യം തന്നെ, ഇപ്പൊ എന്റെ ലൈഫിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ശാന്തികൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഞാൻ തന്നെ എന്നെ തന്നെ സ്വയം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മേ ബി എൻ്റെ പേരൻസിൻ്റെ അപ്ബ്രിങ്ങിങ്ങിലോ സം വേർ ദാറ്റ് ആ ഒരു സെക്യൂരിറ്റി, അതായത് ഒരു ഫാമിലിയുടെ സെക്യൂരിറ്റി, അത് 100% നമുക്ക് അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവണം, യുനോ, ആരെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ ഇങ്ങനെ എനിക്ക് മോറൽ സപ്പോർട്ട് തരണം ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവരുടെ ഒരു സെക്യൂരിറ്റിയിലാണ് നമ്മൾ ഒരു ഇതുപോലത്തെ വൃത്തികെട്ട സിറ്റുവേഷനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് കരകയറാൻ പറ്റുന്നത്. സോ ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ എപ്പോഴും പറയുന്നത്, എൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം സിനിമയാണ് എനിക്ക് എന്നെ വിളിച്ചതും എന്നെ കരകയറ്റിയതും എന്ന് പറയാമെന്ന് പറയാം. ബിക്കോസ് സംഹൗ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണോ അച്ഛനമ്മയുടെ ഒരു അനുഗ്രഹമാണോ, എന്തായാലും അങ്ങോട്ട് തേടി പോകേണ്ട വന്നിട്ടില്ല, എല്ലാം ഇങ്ങോട്ട് വരും ചെയ്തു സിനിമ. കറക്റ്റ് നമ്മുടെ ആ ഒരു പീരിയഡ്സിൽ കറക്റ്റ് ടൈമിൽ സിനിമ വരും, എന്നെ വിളിക്കും, ബാ എന്ന് പറഞ്ഞിട്ട്. അത് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ജീവിതം എന്നുമായിരുന്നു. ബിക്കോസ് നമുക്കൊന്നും ചെയ്യാനും ഇല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഐ ഡോണ്ട് നോ മെന്റൽ ഹെൽത്ത് എങ്ങനെ ആയിരിക്കും എന്ന്. സോ ഇറ്റ് ക്യാൻ, നമുക്ക് ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാത്ത സിറ്റുവേഷൻസ് വരാം. കിളി പോയാനാ സിനിമ ഇല്ലായിരുന്നെങ്കിൽ കിളി ഇപ്പോഴും കുറച്ച് പോയതാണ്. നോ, ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് സീരിയസ്ലി നമുക്ക് സപ്പോർട്ട് വേണം. യു നീഡ് മോറൽ സപ്പോർട്ട്, ഫാമിലി ഫസ്റ്റ്, പിന്നെ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ്. ആരെങ്കിലുമൊക്കെ നമ്മുടെ സിൻസിയറായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് ആ ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിൽ നിന്നും കരകയറാൻ പറ്റും.